ഈജിപ്തിലെ അസ്വാനിലുള്ള മൊണാലിസ എന്ന റെസ്റ്റോറൻ്റാണ് ഇത്. ദീർഘമായ അബുസിംബൽ യാത്രയ്ക്ക് ശേഷം 3 മണിയോടെ ഉച്ചഭക്ഷണത്തിന് കയറിയിരിക്കുകയാണ് ഇവിടെ ഞാൻ. തണുത്ത വെള്ളത്തിൻ്റെ സുഖത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന നൈലിലൂടെ ഫെലൂക്കകൾ നീങ്ങുന്നത് കാണാം. അതൊരു കാഴ്ച തന്നെയാണ്. ഉയർന്നു നിൽക്കുന്ന പായ്മരവുമായി നിരവധി ഫെലൂക്കകൾ തീരത്തോട് ചേർന്നു കിടക്കുന്നു. പുരാതനത്വമുള്ള ഒരു രൂപമാണ് അതിന്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈജിപ്തിൻ്റെ പ്രധാന ഗതാഗത ഉപാധി ഇത്തരം ഫെലൂക്കകൾ തന്നെയാണ്. ചുട്ടുപഴുത്ത് കിടക്കുന്ന മരുഭൂമിയെ കുളിർപ്പിച്ചുകൊണ്ട് നൈൽ ഒഴുകുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച. മരുഭൂമിയുടെ വരൾച്ചയിൽ നിന്നും മഹത്തായ ഒരു സംസ്കാരത്തെ നട്ടുനനച്ചു വളർത്തിയെടുത്ത മഹാനദിയാണ് നൈൽ. ഈ നദി ഇല്ലായിരുന്നെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരവും പിറക്കുമായിരുന്നില്ല. പരമ്പരാഗതമായ നീളൻ കുപ്പായമിട്ട ജീവനക്കാർ തീരത്തടുത്ത ഫെലൂക്കയുടെ പായ് ചുരുട്ടിക്കെട്ടുകയാണ്. നൈൽ എവിടേക്കൊഴുകുന്നു എന്നതല്ല ഇതിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. കാറ്റാണ് പ്രധാനം. പായ് നിവൃത്തിയും ചുരുട്ടിയും ഒഴുക്കിനെതിരെയും ഒഴുക്കിനനുസരിച്ചുമെല്ലാം ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പണ്ടുകാലം മുതലേ ഇതായിരുന്നു നൈലിലെ പ്രധാന വാഹനം. പരിചയസമ്പന്നരായ ജോലിക്കാർക്ക് ഓരോ സമയത്തെയും കാറ്റിൻ്റെ ഗതി മുൻകൂട്ടി മനസ്സിലാക്കാനും അതനുസരിച്ച് ഫെലൂക്കയെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനും കഴിയും. ടൂറിസം വളരുന്നതിനു മുൻപ് അസ്വാൻ, ലെക്സോർ, കെയ്റോ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ആളുകൾ യാത്രയ്ക്കായി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഫെലൂക്കകളെയാണ്. 3-4 ദിവസങ്ങൾ നീളുന്ന യാത്രകളാണ് അത്. ആധുനിക ഗതാഗത സംവിധാനങ്ങൾ വന്നപ്പോൾ ഫെലൂക്ക ടൂറിസത്തിലെ ആകർഷണമായി സ്വയം മാറുകയായിരുന്നു. പാപ്പറസ് ചെടിയുടെ തണ്ടുകൊണ്ട് നിർമ്മിച്ച ഫലൂക്കകളിലാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഫറവോമാർ രാജ്യത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്നത്. കൂറ്റൻ അരയന്നങ്ങളെപ്പോലെ ഫെലൂക്കകൾ നൈലിൽ നീങ്ങുന്നത് കണ്ടിരിക്കുക കൗതുകകരമായ കാര്യമാണ്. നദിക്കക്കരെ കാണുന്നത് മൂവൻ പിക് ഹോട്ടലാണ്. പ്രശസ്തമായ ഒരു ലക്ഷറിയസ് ഹോട്ടൽ. നിറയെ ആളുകളുമായി ഒരു ഫെലൂക്ക നീങ്ങുന്നു. ലെക്സോറിലേക്കുള്ള ദിശയിലാണ് അതിൻ്റെ പോക്ക്. ഇത് ടൂറിസ്റ്റുകളുടെ ഒരു സംഘമായിരിക്കാം. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ വരെ നൈലിൻ്റെ തീരത്തെ ആളുകൾ സമീപ പട്ടണങ്ങളിലേക്കും നദിയുടെ ഇരുകരകളിലേക്കുമൊക്കെ സഞ്ചരിച്ചിരുന്നത് ഇത്തരം ബോട്ടുകളിലായിരുന്നു. റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചിരിക്കെ ഞാൻ കാണുന്നത് ഇതാണ്: ഫെലൂക്കകളുടെ നൈൽ സഞ്ചാരം. ഭക്ഷണശേഷം മൊണാലിസ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു ഫെലൂക്കയിൽ അല്പനേരം യാത്ര ചെയ്യണമെന്ന ചിന്ത എന്നിൽ ഉദിച്ചു. അസ്വാനിൽ ഒഴിവാക്കാനാകാത്ത ഒരു യാത്രാനുഭവമായിരിക്കും അത്. ഒരു ഫെലൂക്ക എവിടെ നിന്ന് സംഘടിപ്പിക്കാനാവുമെന്ന് ആലോചിച്ച് നടക്കവെയാണ് ഇദ്ദേഹം എൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. ഇത് മുഹമ്മദ് അലി. ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നതും കാത്തുന്നവണ്ണം നിൽക്കുകയായിരുന്നു ഈ നൂബിയൻ ഗോത്രക്കാരൻ. മുഹമ്മദ് അലിക്ക് ഒരു ഫെലൂക്കയുണ്ട്. 50 പൗണ്ട് നൽകിയാൽ ഫെലൂക്കയിൽ നൈലിലൂടെ ഒന്ന് കറങ്ങി വരാമെന്നാണ് മുഹമ്മദ് അലിയുടെ ഓഫർ. ഈജിപ്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപരിചിതർക്കൊപ്പം തനിയെ ബോട്ടിലോ കാറിലോ കയറരുതെന്ന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും രാവിലെ കണ്ട ഗൈഡുമൊക്കെ പലതവണ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് അലി ഒരു ചതിയനാവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നിഷ്കളങ്കമായ ചിരിയോടെ താൻ നല്ലൊരു ക്യാപ്റ്റനാണെന്ന് മുഹമ്മദ് അലി ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ എന്തും വരട്ടെ എന്ന ചിന്തയിൽ മുഹമ്മദ് അലിയിൽ വിശ്വാസമർപ്പിച്ച് അയാളുടെ പിറകെ നടന്നു. നൈൽ നദിയിലെ ചരിത്രവാഹനമാണ് ഫെലൂക്ക. ഇവിടം വരെ വന്നിട്ട് അതിലൊരു യാത്ര നടത്താതെ മടങ്ങുന്നത് നഷ്ടം തന്നെയായിരിക്കും. ചെറിയൊരു ഭയമുണ്ട് താനും. കാരണം എൻ്റെ കയ്യിൽ വിലപിടിച്ച ക്യാമറയുണ്ട്. ഈജിപ്തിലെ ഇത്തരം ആളുകളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണിപ്പോൾ. സാധാരണക്കാരുടെ കയ്യിൽ പണമില്ല. ടൂറിസ്റ്റുകളെ ഭീഷണിപ്പെടുത്തി കൊള്ളയടിക്കുന്നതും തട്ടിപ്പുകളുമൊക്കെ നിത്യസംഭവമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കുതിരവണ്ടിക്കാരെയും ഫെലൂക്ക ഡ്രൈവർമാരെയും അംഗീകാരമില്ലാത്ത ടൂർ ഗൈഡുകളെയുമൊക്കെ കരുതിയിരിക്കണമെന്ന് ടൂർ ഓപ്പറേറ്റർമാരും ഹോട്ടൽ ജീവനക്കാരും മുന്നറിയിപ്പ് തരുന്നത്. പക്ഷേ മുഹമ്മദ് അലി അത്രക്കാരനല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആളൊഴിഞ്ഞുകിടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലൂടെ ഇറങ്ങിയാണ് ഞങ്ങൾ മുഹമ്മദ് അലിയുടെ ഫെലൂക്കയിലേക്ക് എത്തുന്നത്.
തന്റെ ഫെലൂക്ക മുഹമ്മദ് അലി ചൂണ്ടിക്കാട്ടിത്തന്നു. അല്പം അകലെയാണത്. ഒരു കപ്പൽ അസ്വാനിൽ നിന്നും ലക്സോറിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. പണ്ട് ഇത്തരം ധാരാളം കപ്പലുകൾ നിറയെ സഞ്ചാരികളുമായി നൈലിലൂടെ നീങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ അപൂർവമാണ് അത്തരം കപ്പൽ കാഴ്ച. തന്റെ ഫെലൂക്കെ അഴിച്ച് ഒരുക്കുകയാണ് മുഹമ്മദ് അലി. സാധാരണ നിലയിൽ 50 ഈജിപ്ഷ്യൻ പൗണ്ട് എന്നത് തുച്ഛമായൊരു തുകയാണ്. എന്നാൽ ഇപ്പോൾ മുഹമ്മദ് അലിയെ പോലുള്ളവർക്ക് അതൊരു വലിയ തുകയാവുന്നു. വലിയ കുടുംബം പോറ്റാൻ പാടുപെടുന്ന മുഹമ്മദ് അലിക്ക് ഇന്ന് കിട്ടുന്ന 50 പൗണ്ട് തെല്ലൊരാശ്വാസമായിരിക്കും. അതിൻ്റെ ഉത്സാഹം ഇയാളുടെ പ്രവൃത്തിയിലെല്ലാം കാണാം. ഫെലൂക്ക തള്ളുന്നതിനിടയിൽ ഇടയ്ക്കിടെ തലയുയർത്തി മുഹമ്മദ് അലി എന്നെ നോക്കുന്നു. ഞാൻ പൊയ്ക്കളയുമോ എന്ന് ഭയപ്പെടുന്നതുപോലെ. മറ്റൊരു പായ്വഞ്ചിയിലൂടെ കടന്ന് ഞാൻ മുഹമ്മദ് അലിയുടെ ഫെലൂക്കയിലേക്ക് കയറി. പായ് ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അത് അഴിച്ചുവിടുകയാണ് അടുത്ത പരിപാടി. കയറുകൊണ്ട് നല്ലവണ്ണം വരിഞ്ഞു നിർത്തിയിരിക്കുന്ന പായ് അഴിക്കുന്നത് തന്നെ ഒരു ചടങ്ങാണ്. പ്രത്യേക രീതിയിലാണ് കെട്ടുകൾ. ഓരോ വലിക്കും മുകളിലേക്കുള്ള ഓരോ കെട്ടുകളും അഴിഞ്ഞു വരുന്നു. മുകളറ്റം വരെയുള്ള ഓരോ കുടുക്കുകളും അഴിച്ച് പായ് വിടർത്തുന്നത് ഞാൻ കണ്ടുനിന്നു. ഈ ചടങ്ങുകളൊക്കെ ചേരുന്നതാണ് ഫെലൂക്ക യാത്രയുടെ കൗതുകം. വലിയൊരു പായും കുറെ കയറുകളുമാണ് ഫെലൂക്കയുടെ നിയന്ത്രണ സംവിധാനങ്ങൾ. ബാല്യകാലം മുതൽ ഫെലൂക്ക നിയന്ത്രിക്കുന്നവരോടൊപ്പം സഹായിയായി നിന്ന് വർഷങ്ങൾ കൊണ്ടാണ് മുഹമ്മദ് അലിയെ പോലുള്ളവർ ഈ വിദ്യ പഠിച്ചെടുക്കുന്നത്. നദിയുടെ ഇരുകരയിലും നിരവധി ഫെലൂക്കകൾ നിരന്നു കിടപ്പുണ്ട്. ഫെലൂക്കയുടെ ക്യാപ്റ്റന്റെ ഇരിപ്പിടം ഇതാണ്. പായ് ശരിക്കും നിവർന്നിരിക്കുന്നു. ഇനി പായ് ഓരോ വശങ്ങളിലേക്കും തിരിച്ചും താഴെയുള്ള ചുക്കാൻ നിയന്ത്രിച്ചും വേണം ഫെലൂക്കയുടെ മാർഗം ക്രമീകരിക്കാൻ. വിടർന്ന പായുടെ പത്രാസോടെ മുഹമ്മദ് അലിയുടെ വഞ്ചി നൈലിന്റെ ഓളപ്പരപ്പിലൂടെ യാത്ര തുടങ്ങുകയാണ്. നൈലിലൂടെ പണ്ട് ഞാനൊന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. കെയ്റോ സന്ദർശിച്ച വേളയിൽ ഒരു ബോട്ടിലായിരുന്നു ആ യാത്ര. പക്ഷേ പരമ്പരാഗത ജലവാഹനമായ ഫെലൂക്കയിലുള്ള ഇത്തരമൊരു യാത്ര ആദ്യ അനുഭവമാണ്. നൈലിന്റെ ജലസമൃദ്ധിയിലൂടെ ഫെലൂക്കയിലെ യാത്ര ഏറെ ആസ്വാദികരം. വേറെയും ഫെലൂക്കകൾ നദീനിരപ്പിൽ നീങ്ങുന്നുണ്ട്. ഈ ജലവാഹന യാത്ര ഒരു സ്പോർട്സ് ബൈക്കിലെ യാത്ര പോലെ ആവേശകരമാണ്. കാറ്റിന്റെ ശക്തി കൂടുമ്പോൾ തെല്ലൊന്ന് ചെരിഞ്ഞ് വേഗതയാർജിച്ച് നീങ്ങിത്തുടങ്ങും. അപ്പോൾ ചുക്കാൻ നിയന്ത്രിച്ച് മുഹമ്മദ് അലി ഫെലൂക്കയെ നേരെയാക്കും. ചില നേരത്ത് ചാട്ടുളി പോലെ കുതിച്ചുപായും. ചിലപ്പോഴാകട്ടെ ഒരു പൊങ്ങുതടി പോലെ വളരെ സാവധാനമായിരിക്കും നീക്കം. നൈലിന്റെ സമൃദ്ധിയിലൂടെ ഞങ്ങളുടെ ഫെലൂക്ക താഴേക്കൊഴുകിക്കൊണ്ടിരുന്നു. കോർണിഷ് ഏരിയ പിന്നിലായിരിക്കുന്നു. പലയിടത്തും നിരന്നു കിടക്കുന്ന കപ്പലുകൾ കാണാം. സുഡാൻ ക്രൂസ് എന്ന ചെറുകപ്പലാണിത്. പഴയതരം സ്റ്റീം ഷിപ്പാണ്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തൊക്കെ ഇത്തരം ആവിക്കപ്പലുകളാണ് കെയ്റോയിൽ നിന്നും സുഡാൻ വരെ സർവീസ് നടത്തിയിരുന്നത്. ഈ മേഖലയിലെ സമ്പന്നരുടെ യാത്രകൾ ഇത്തരം കപ്പലുകളിലായിരുന്നു. ഇവിടെ നദിയുടെ മധ്യത്തിൽ വലിയൊരു പാറ ഉയർന്നു നിൽപ്പുണ്ട്. പീജിയൻ ഐലൻഡ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ധാരാളം പ്രാവുകളും നീർപക്ഷികളും ചേക്കേറുന്ന ഒരു കൂറ്റൻ പാറ. രാത്രിയിൽ കപ്പലുകളും ബോട്ടുകളും വന്നിടിക്കാതിരിക്കാൻ പാറയുടെ വശങ്ങളിൽ ദീപസ്തംഭങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. യാത്രയ്ക്കിടെ ഞാൻ മുഹമ്മദ് അലിയുമായി കൂടുതൽ ചങ്ങാത്തത്തിലായി. തന്റെ നാട്ടുവിശേഷങ്ങളൊക്കെ ഇയാൾ പറയുന്നുണ്ട്. യാത്ര തുടരുമ്പോൾ കോർണിഷ് ഏരിയയിലെ ഹോട്ടലുകളുടെ നീണ്ട നിരയാണ് കാഴ്ചയിൽ. ആദിമകാലത്ത് ഈജിപ്തിലെ ഒരു പ്രമുഖ വ്യാപാര കേന്ദ്രമായിരുന്നു അസ്വാനിലെ കോർണിഷ് പ്രദേശം. സുഡാനിൽ നിന്നും കെയ്റോയിൽ നിന്നുമൊക്കെ പായ്വഞ്ചികൾ ചരക്കുകളുമായി അടുത്തിരുന്ന തീരം. ടൂറിസത്തിന്റെ വ്യാപനത്തോടെ അസ്വാനിലെ ഏറ്റവും പ്രമുഖമായ ഹോട്ടലുകളുടെ കേന്ദ്രമായി കോർണിഷ്. നൈലിന്റെ സാമീപ്യം തന്നെയാണ് ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കാൻ കാരണമായത്.
എവിടെയും കാണാം നിരന്നുകിടക്കുന്ന ബോട്ടുകൾ. അതൊക്കെ പിന്നിട്ട് നീങ്ങുമ്പോൾ ഞാൻ മുഹമ്മദ് അലിയെ വിശദമായി ഒന്ന് പരിചയപ്പെട്ടു. കോർണിഷ് ഭാഗത്തു നിന്നും നൈലിന്റെ മറുകരയിലാണ് മുഹമ്മദ് അലിയുടെ വീട്. ഭാര്യയും 6 മക്കളുമുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ബിസിനസ് മോശമാണ്. അസ്വാനിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം നന്നേ കുറഞ്ഞു. അത് തന്റെ കുടുംബത്തെയും ബാധിച്ചുവെന്ന് മുഹമ്മദ് അലി. മക്കളിൽ 4 പേർ പെൺകുട്ടികളാണ്. മൂത്തവൾക്ക് 22 വയസ്സായി. രണ്ടാമത്തവൾക്ക് 18-ഉം അതിന് താഴെയുള്ളവൾക്ക് 17-ഉം നാലാമത്തെ പെൺകുട്ടിക്ക് 15 വയസ്സുമായി. അഞ്ചാമൻ മുസ്തഫ, അവന് 7 വയസ്സ്. ഏറ്റവും ഇളയവനായ അബ്ദുള്ളയ്ക്ക് 5 വയസ്സുണ്ട്. മുസ്തഫയും അവന്റെ മൂത്തവരായ 2 പെൺകുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ട്. ഏറ്റവും മൂത്ത 2 പെൺകുട്ടികൾക്കും വിവാഹപ്രായമായിരിക്കുന്നു. ഫെലൂക്ക നൈലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കെ അതിലിരുന്ന് മുഹമ്മദ് അലി തന്റെ ജീവിത പ്രാരാബ്ധങ്ങൾ എന്നോട് പറയുകയാണ്. നദിയിലൂടെ താഴേക്ക് നീങ്ങുമ്പോൾ നിരന്നുകിടക്കുന്ന കപ്പലുകൾ പിന്നെയും കാഴ്ചയിലേക്കെത്തുന്നു. നിറയെ ടൂറിസ്റ്റുകളുമായി ഒരു കാലത്ത് നിരന്തര യാത്രകൾ നടത്തിയിരുന്ന കപ്പലുകളാണ്. എന്നവസാനിക്കുമെന്നറിയാത്ത ഒരു വിശ്രമകാലത്താണ് അവയെല്ലാം. വേറെയും ഫെലൂക്കകൾ ഞങ്ങളെ കടന്നു പോകുന്നുണ്ട്. ചായുന്ന വെയിലിൽ നദിപ്പരപ്പിൽ അതൊരു രസമുള്ള കാഴ്ച. നൈലിൽ ഫ്ലവർ ഐലൻഡ് എന്നൊരു ചെറുദ്വീപുണ്ട്. പായ് വിടർത്തി നീങ്ങുന്ന ഞങ്ങളുടെ ഫെലൂക്ക അവിടേക്കാണ് പോകുന്നത്. നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ സാമാന്യം വേഗത്തിലാണ് ഫെലൂക്കയുടെ പോക്ക്. കാറ്റിൻ്റെ ഗതിയെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ് നൈലിലെ ഫെലൂക്ക ഡ്രൈവർമാർ. പണ്ടുമുതലേ അതങ്ങനെയായിരുന്നു. നദിയുടെ ഒഴുക്ക് വടക്കോട്ടാണെന്നതിനാൽ പായയുടെ സഹായമില്ലെങ്കിലും ഫെലൂക്ക നീങ്ങും. എന്നാൽ കാറ്റ് വടക്കുനിന്ന് തെക്കോട്ടായിരിക്കും മിക്ക സമയത്തും. ഈ അവസരത്തിൽ പായ് വിടർത്തിയാൽ തെക്കൻ പ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനുമാവും. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം ടിവിഡികൾ 9-ാം വോളിയം പുറത്തിറങ്ങിയിരിക്കുന്നു. നോർവേ, മാൾട്ട, നേപ്പാൾ, US എന്നീ രാജ്യങ്ങളിലെ കാഴ്ചകൾ. നോർവേയിലെ ഓസ്ലോ സിറ്റി, നോർവീജിയൻ മ്യൂസിയം, ഓപ്പറ ഹൗസ്, അതിസുന്ദരമായ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്ര, ബെർഗൻ എന്ന സവിശേഷ നഗരം, ഫ്യോർഡുകളിലൂടെയുള്ള ദീർഘയാത്രകൾ, മെഡിറ്ററേനിയൻ ദ്വീപുരാഷ്ട്രമായ മാൾട്ടയിലെ വലറ്റ നഗരം, ചരിത്രമുറങ്ങുന്ന പുരാനഗര ഭാഗങ്ങൾ, മാർസലോക്ക് വില്ലേജ്, ബ്ലൂ ഗ്രോട്ടോ, ഫോർട്ട് സിറ്റി, ഗോൾഡൻ ബേ ബീച്ച്, വിക്ടോറിയ കത്തീഡ്രൽ തുടങ്ങി അനേകം സ്ഥലങ്ങൾ. നേപ്പാളിലെ കാഠ്മണ്ഡു, പശുപതിനാഥ ക്ഷേത്രം, ബോധനാഥ സ്തൂപം, സ്വയംഭൂനാഥ ക്ഷേത്രം, ദർബാർ സ്ക്വയർ, ഭക്തപൂർ ഹെറിറ്റേജ് സിറ്റി, പത്താൻ പുരാനഗരം, പൊക്ര, ഫേവ തടാകം എന്നിങ്ങനെ അത്യാകർഷകമായ നിരവധി കാഴ്ചകൾ. അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്, ഹോളിവുഡ്, വാക്സ് മ്യൂസിയം, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി, സാന്താ മോണിക്ക പിയർ, ലഗൂണ ബീച്ച്, ബാറ്റിൽഷിപ്പ് മ്യൂസിയം, സാന്റിയാഗോ പട്ടണം, അരിസോണയിലെ റെഡ് റോക്ക് പാർക്ക്, റൂട്ട് 66 എന്ന സവിശേഷ പാത, ലാസ് വേഗാസ്, ഗ്രാൻഡ് കന്യൻ, ഹൂവർ ഡാം, കാസിനോകൾ, ഡെത്ത് വാലി തുടങ്ങി അപൂർവമായ ഒട്ടേറെ കാഴ്ചകൾ. 4 രാജ്യങ്ങൾ, നിരവധിയായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം ടിവിഡികൾ വോളിയം നമ്പർ 9. വില 3500 രൂപ മാത്രം. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. ഈ ദൃശ്യശേഖരം സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. നദിയുടെ മറുകരയിൽ കുറേ മലനിരകൾ കാണാം. പച്ചപ്പിന്റെ കണിക പോലുമില്ലാത്ത മണലാരണ്യമാണത്. ആ മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ടൂംസ് ഓഫ് നോബിൾസ് എന്നറിയപ്പെടുന്ന അനേകം ശവകുടീരങ്ങളുള്ള മലകളാണത്.
ക്യുബറ്റ് അൽ ഹവ എന്നാണ് ഇന്ന് ആ മല അറിയപ്പെടുന്നത്. മലകളുടെ ഉദരത്തിൽ വലിയ പൊത്തുകൾ കാണാം. പ്രാചീനകാലം മുതൽ പ്രഭുക്കന്മാർ, പുരോഹിതർ, സൈനിക മേധാവികൾ, രാജകുമാരന്മാർ, പൗരപ്രമുഖർ എന്നിവരെയൊക്കെ സംസ്കരിച്ച കുടീരങ്ങളാണ് അവയ്ക്കുള്ളിൽ. 4000 വർഷം മുൻപ് ഫറവോമാരുടെ കാലം മുതലുള്ള ടൂമ്പുകൾ ആ മലയിലുണ്ട്. BC 23-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ ഗവർണറായിരുന്ന ഹാർകുഫിന്റെ മൃതദേഹം സംസ്കരിച്ചത് ആ മലയിലാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഫറവോ കാലത്തിനു ശേഷം ടോളമി യുഗത്തിലും ബൈസന്റൈൻ കാലത്തുമൊക്കെ പ്രമുഖരുടെ സംസ്കാര കേന്ദ്രമായിരുന്നു ആ മലനിര. ബൈസന്റൈൻ കാലത്ത് പുരാതനമായ ചില ടൂമ്പുകൾ കോപ്റ്റിക് ദേവാലയങ്ങളാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഭരണപരമായ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഈജിപ്തിൽ ഇത്തരം പ്രദേശങ്ങളിലുണ്ടായിരുന്ന കാവൽ ദുർബലമായതോടെ കൊള്ളക്കാരുടെ വിഹാരരംഗമായി ഇവിടമൊക്കെ മാറി. പുരാതനമായ ടൂമ്പുകൾ പലതും ഈ അടുത്ത കാലത്ത് കൊള്ളയടിക്കപ്പെട്ടു. പുരാതന ഈജിപ്ഷ്യർ മൃതദേഹങ്ങൾക്കൊപ്പം വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിച്ചിരുന്നു എന്ന അറിവിൽ കൊള്ളക്കാർ പല കുടീരങ്ങളും തകർത്ത് വികൃതമാക്കുകയും ചെയ്തു. ചില നേരത്ത് കാറ്റടിക്കുമ്പോൾ മേൽക്കൂര ഉൾപ്പെടെ ഫെലൂക്ക മൊത്തമായി ഒരു വശത്തേക്ക് ചെരിയും. നിത്യാഭ്യാസിയായ മുഹമ്മദാലിക്കാകട്ടെ ഇതൊക്കെ നിസ്സാര കാര്യമാണ്. കാറ്റിന്റെ ശക്തി കൂടുമ്പോൾ ഫെലൂക്കയുടെ ഗതി നിയന്ത്രിക്കുന്നത് തെല്ലു ശ്രമകരമാണെന്ന് ഇയാളുടെ ചെയ്തികൾ കൗതുകപൂർവ്വം കണ്ടിരിക്കെ വ്യക്തമാവുന്നു. പരിചയസമ്പന്നനായ ഡ്രൈവറാണ് മുഹമ്മദാലി എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു തനി ന്യൂബിയൻ ഗ്രാമീണന്റെ പരുക്കൻ ഭാവവും ആരോഗ്യവുമൊക്കെ ഒത്തിണങ്ങിയ ആളാണ് മുഹമ്മദാലി. ഒരേ ദിശയിലേക്ക് കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദാലി എങ്ങനെയാണ് പല ദിശകളിലേക്ക് ഫെലൂക്ക വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പായിൽ നടത്തുന്ന ചെറു ക്രമീകരണങ്ങൾ കൊണ്ടാണ് ഇയാളിത് സാധ്യമാക്കുന്നത്. ഒരു ലിവർ വലിച്ചുവച്ചും ചുക്കാൻ ക്രമീകരിച്ചുമൊക്കെ മുഹമ്മദാലി ഫെലൂക്ക നിയന്ത്രിക്കുന്നതിലെ തന്റെ പ്രാവീണ്യം തെളിയിക്കുന്നുണ്ട്. എഞ്ചിനില്ലാത്ത ബോട്ട്. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ കടന്നുവന്ന സാങ്കേതിക വിദ്യ തന്നെയാണ് ഇന്നും ഫെലൂക്കയെ നയിക്കുന്നത്. മരപ്പലകയും പാപ്പറസ് ചരടുമൊക്കെ തന്നെയാണ് ഇന്നും ഫെലൂക്കയുടെ പ്രധാന ഭാഗങ്ങൾ. പാരിസ്ഥിതികമായ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത നല്ലൊരു ഗതാഗത സംവിധാനം തന്നെയാണ് ഫെലൂക്കകൾ. അസ്വാൻ നഗരം ടൂറിസം കൊണ്ട് മാത്രം പുലർന്നിരുന്ന ഒരു കാലമുണ്ട്. അന്ന് പണിതവയാണ് തീരത്തു കാണുന്ന കൂറ്റൻ ഹോട്ടലുകൾ. അവയിൽ പലതും പേരിനു മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഹോട്ടലുകളിൽ മാത്രമല്ല, തീരത്തോട് ചേർന്ന് കിടക്കുന്ന കപ്പലുകളിലും ടൂറിസ്റ്റുകൾ മുറികൾ ബുക്ക് ചെയ്ത് താമസിച്ചിരുന്നു. പകൽ നേരത്ത് നഗര കാഴ്ചകളിലേക്ക് ഇറങ്ങാം. രാത്രിയിൽ കപ്പലുകളിൽ പാർത്തുകൊണ്ട് മറ്റൊരു നഗരത്തിലേക്ക് നീങ്ങാം. ഫ്ലവർ ഐലൻഡിൽ നിർമ്മാണം പൂർത്തിയാകുന്ന എലിഫന്റീൻ ഹോട്ടലാണ് ഇക്കാണുന്നത്. പക്ഷേ ടൂറിസത്തിന് മങ്ങലേറ്റതോടെ ഹോട്ടൽ നിർമ്മാണവും മന്ദഗതിയിലായിരിക്കുന്നു. ഫെലൂക്ക നൈലിലൂടെ സാവധാനം നീങ്ങിക്കൊണ്ടിരുന്നു. തന്റെ ബോട്ട് അതിഗംഭീരമാണെന്നാണ് മുഹമ്മദാലി പറയുന്നത്. നല്ല ഉറപ്പുള്ള തടികൊണ്ട് പണിതതാണിത്. വേണമെങ്കിൽ ഇതിൽ ലെക്സോർ വരെ പോകാമെന്ന വാഗ്ദാനവും മുഹമ്മദാലി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അയാൾക്ക് സന്തോഷമാകട്ടെ എന്ന് കരുതി ലെക്സോർ യാത്രയിൽ ഞാൻ വലിയ താൽപ്പര്യം പ്രകടിപ്പിച്ചു. 2 രാത്രിയും 2 പകലും കൊണ്ട് ലെക്സോറിലെത്തിക്കാമെന്നൊക്കെ മുഹമ്മദാലിയും പറഞ്ഞു. കരയിൽ ചെന്ന ശേഷം തീരുമാനമെടുക്കാമെന്ന് ഞാൻ മുഹമ്മദാലിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. നൈലിൽ കനോയിങ് നടത്തുന്ന 2 ചെറുപ്പക്കാരെ ഇവിടെ കാണാം. ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ലോകപ്രശസ്തമായ ഒരു കായിക വിനോദം കൂടിയാണല്ലോ ഇത്. കൊമ്പൻ സ്രാവുകളെപ്പോലെ നീങ്ങുന്ന ഫെലൂക്കകളാണ് ആകർഷകമായ മറ്റൊരു ദൃശ്യം. ത്രികോണാകൃതിയിലുള്ള പായ് വിടർത്തി സാവധാനം അവയങ്ങനെ പോകുന്നു. വശ്യമായ ഒരു സൗന്ദര്യം ഈ ഫലൂക്കകൾക്കുണ്ട്. കാറ്റിന്റെ മാത്രം ശക്തിയിലാണ് നീങ്ങുന്നതെങ്കിലും ഫെലൂക്കയെ ഏതു ദിശയിലേക്കും തിരിക്കാനുള്ള വൈദഗ്ധ്യം അത് നിയന്ത്രിക്കുന്ന ആൾക്കുണ്ട്. ലെക്സോറിലേക്ക് ഫെലൂക്കയിൽ പോകാനുള്ള എന്റെ താൽപ്പര്യം കണ്ട് മുഹമ്മദാലി മൊബൈലിൽ തന്റെ സുഹൃത്തുക്കളെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്.
1 മണിക്കൂർ യാത്രയ്ക്കാണ് 50 പൗണ്ട് ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചത്. 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പായ കെട്ടിയിരിക്കുന്നതിനാൽ വളരെ ശ്രമപ്പെട്ട് വേണം ഉദ്ദേശിച്ച സ്ഥലത്ത് ഫെലൂക്കെ അടുപ്പിക്കാൻ. ചുക്കാനും പായും സമരസപ്പെടുത്തി വേണം അത് സാധ്യമാക്കുന്നത്. ഒടുവിൽ പായ് മടക്കിക്കെട്ടുകയാണ്. എല്ലാം ചെയ്യുന്നത് മുഹമ്മദ് അലി തനിച്ചാണ്. കേരളത്തിലാണെങ്കിൽ 4-5 പേരുടെ ജോലിയായിരിക്കും ഇതെന്ന് ഞാൻ ഓർത്തു. പായ്ക്കും അതിന്റെ തണ്ടുകൾക്കും കൂടി നല്ല ഭാരമുണ്ട്. പായ് ചുരുട്ടി കെട്ടിവച്ച ശേഷമേ ഫെലൂക്ക തീരത്തോടടുപ്പിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ പായിൽ കാറ്റുപിടിച്ച് വഞ്ചി വീണ്ടും നീങ്ങും. ഒട്ടൊന്ന് ശ്രമപ്പെട്ട് മുഹമ്മദ് അലി തന്റെ ജോലി പൂർത്തിയാക്കി. അസ്വാനിൽ ഇനി എനിക്ക് അധിക സമയം ചെലവഴിക്കാനില്ല. ഇന്ന് രാത്രിയിലെ ട്രെയിനിൽ ലെക്സോറിലേക്ക് പോകേണ്ടതുണ്ട്. കുറെ ഫെലൂക്കകൾ നിരന്നു കിടപ്പുണ്ട്. മുഹമ്മദ് അലി തന്റെ യാനപാത്രവും അവയോട് ചേർത്തു നിർത്തി. പല ഫെലൂക്കകളിലൂടെ കടന്നു വേണം കരയിലേക്ക് ഇറങ്ങാൻ. റോഡിലേക്ക് കയറുമ്പോൾ മുഹമ്മദ് അലി അടുത്ത വാഗ്ദാനവുമായി എന്റെ പിന്നാലെ കൂടി. ലെക്സോറിലേക്കുള്ള ഫെലൂക്ക യാത്രയാണ് വിഷയം. ഒരു തരത്തിൽ അയാളെ ഒഴിവാക്കിയാണ് തെരുവിലെത്തിയിരിക്കുന്നത്. വെയിലിന്റെ കാഠിന്യം കുറഞ്ഞതോടെ തെരുവൊന്ന് സജീവമായിരിക്കുന്നു. പർദ്ദയിട്ട സ്ത്രീകൾ കടന്നുപോകുന്നു. ടാക്സി വാഹനങ്ങൾ പ്രതീക്ഷയോടെ നിരന്നിരിക്കുന്നു. പകൽ സമയത്തൊന്നും ഇവയ്ക്ക് ഓട്ടമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെ വൈകുന്നേരം കണ്ടതിനേക്കാൾ സജീവമാണ് ഇന്ന് അസ്വാന്റെ തെരുവ്. ഹോട്ടലിന്റെ റിസപ്ഷനിലേക്ക് മടങ്ങിയെത്തി. റിസപ്ഷനിസ്റ്റ് മുഹമ്മദ് ഇവിടെ തന്നെയുണ്ട്. ഐമാനെയാണ് കാത്തുനിൽക്കുന്നത്. താമസിയാതെ ഐമാനുമെത്തി. എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കാറുമായാണ് ഐമാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഹോട്ടലിൽ നിന്നിറങ്ങി. അസ്വാനിലെ എൻ്റെ യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണ്. നേരം ഇരുണ്ടു തുടങ്ങി. തെരുവ് വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. കോർണിഷിലൂടെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര.